ഹലോ ഗൈസ് അപ്പോൾ നമുക്കൊരു എമണ്ടൻ സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്. ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ്. ഇതെന്താ? മഞ്ഞൾ അടിപൊളി. 1,800 ഉണ്ട്. 1,800 മഞ്ഞൾ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ തൊലിയൊക്കെ ഇരുന്നെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്. ഇങ്ങനത്തെ സാധനത്തിന് ഭയങ്കര പേടിയാണ്. അപ്പം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, ജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ. അപ്പോൾ മീനിനതാ അടിപൊളിയായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്ന് വരഞ്ഞെടുക്കാം, മസാല ഉള്ളിലേക്ക് പിടിക്കാനായിട്ട്. എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം. അത് വരഞ്ഞെടുക്കുന്നുണ്ട്. രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ വരഞ്ഞെടുക്കാം. അപ്പം ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ പകുതി ഒന്നൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മീൻ അതിൽ ഇട്ടിട്ട് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് തേച്ച് കൊടുക്കണം. തലയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. പരപ്പ് തേച്ച് ഇനി ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മണിക്കൂറോളം വെക്കാം. ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. അപ്പോൾ അത് 1 മണിക്കൂറിന് ശേഷം ഇപ്പോൾ നമ്മൾ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പൊരിക്കുകയാണ്. അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. മീൻ നല്ല നീളം ഉണ്ടായതുകൊണ്ട് നമ്മൾ ചട്ടിയിൽ മടക്കിയാണ് വെക്കുന്നത്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെക്കുകയാണ്. അപ്പോൾ മീനിൻ്റെ എല്ലാ ഭാഗവും ചൂടാവാൻ വേണ്ടിയിട്ട് ചൂടായ വെളിച്ചെണ്ണ തന്നെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മീനിനെ തിരിച്ചിടാം. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല നെയ്യാണ്. അപ്പോൾ നമ്മൾ അടിപൊളി മഞ്ഞൾ ഫ്രൈ. ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയാണ്. ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ഇതാ ടേസ്റ്റി ഉണ്ട്. നമുക്ക് ഇനി എങ്ങനെയുണ്ട് വെച്ചോക്കാം. കുഞ്ഞപ്പ എങ്ങനെയുണ്ട്? പക്ഷെ എങ്ങനെയുണ്ട്? തത്തമ്മ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പം ചെയ്ത വെറൈറ്റി രീതിയിലാണ് കഴിക്കണത്. ചീന പറങ്കി സുർക്കിയിലിട്ട് അടിപൊളി അടിപൊളി. നല്ല ചൂടുണ്ട്. ഇങ്ങനെ ഇവിടെ എടുക്കുക. ഒരു സവാള കഷ്ണം എടുക്കുക.
അങ്ങനെ എടുക്കുക. അങ്ങനെയാണ് വെച്ച. ഓ ഒരു രക്ഷയില്ല അല്ലേ? സെറ്റല്ലേ? ഗൈസ്, വാപ്പി മക്കളും കൂടി ഒരു മഞ്ഞളിനെ കാട്ടി വെച്ച് കോലാണിത്. എന്നാലും ഇത്ര കൂട്ടൊന്നും പറ്റൂല കേട്ടോ അപ്പച്ചി. അടിപൊളി ടേസ്റ്റിലെ സാധനം കിട്ടിയാൽ എങ്ങനെ കിട്ടും? എന്തോരം രസം. ഞാൻ മുള്ളും കൂടി ഉള്ളത് തിന്നാൻ ബാക്കിയല്ല അതൊക്കെ തിന്നണം. അവൻ ഉള്ളിയും കൂടി വെറുതെ തിന്നില്ല. സെറ്റല്ലേ? മഞ്ഞൾ അടിപൊളി രസം.